ഇത് നമ്മൾ പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഓട്ടോ വന്നു. ഓട്ടോയും വരണേക്കാൻ മുന്നേ നമ്മൾ നേരത്തെ എണീച്ചോട്ട് ഒരു 3 മണി 3:30 ഞാനും ഉമേഷ് എണീച്ച് അടുക്കളയിൽ കയറി ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പട്യാല പട്യാല റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പട്യാലിൽ നിന്ന് പിന്നെ നമ്മൾ അംബാല എത്തിയിട്ടോ. അംബാല പിന്നെ റെയിൽവേ സ്റ്റേഷൻ വൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു വൃത്തിയില്ലാത്ത റെയിൽവേ സ്റ്റേഷനായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ട്രെയിൻ കയറി നേരെ കേരളത്തിലേക്കുള്ളത് നമ്മൾ ഷൊർണൂർക്കാട്ടോ പോണത്. ഷൊർണൂരാണ് ഇറങ്ങണത്. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിൽ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ, സാമ്പാർ, മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ എണിച്ചുണ്ടാക്കിയതാണ്. പിന്നെ പിള്ളേർ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ക്രയോൺസും കളറിംഗ് ബുക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ക്രയോൺസൊക്കെ തവിട് പൊടിയൊക്കെ അവിടെ നിലത്ത് കിടക്കണു. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് ഒരു ബ്ലൈൻഡ് ആയിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് എവിടേക്കാണ് പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തൃശ്ശൂർക്കാണ് പോകണേന്ന്. അപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇത്രയും ദൂരം തനിയെ ഒരാളും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയണത് അവിടെ ജോലിയുണ്ട് നമ്മുടെ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, തൃശ്ശൂർ. അവിടെ ഒരു ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫർ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മലയാളികൾ നമ്മുടെ നാട്ടിലത്തെ ചോറൊക്കെ, സാമ്പാർ, ക്യാബേജ് ഉപ്പേരി അതൊക്കെ വിൽക്കാൻ വയ്ക്കണം, രസം, മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് കഴിച്ച് നമ്മൾ. എനിക്കാണെങ്കിൽ ഈ ട്രെയിനിൽ 2-3 ദിവസം ഇരിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പോൾ നല്ല ഇഷ്ടമാണ്. നമ്മൾ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കാണല്ലോ വരുന്നതെന്നൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 6 മണിയൊക്കെ അപ്പോൾ നാട്ടിലെത്തിയിട്ടോ.